ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ ബോട്ടപകടത്തിൽ കാണാതായതിൽ എറണാകുളം പിറവം സ്വദേശിയും വെളിയനാട് പോത്തൻകുടിലിൽ ഇന്ദ്രജിത്ത് സന്തോഷിനെയാണ് കാണാതായത്. ഈ മാസം 14-നാണ് ഇന്ദ്രജിത്ത് ജോലിക്കായി വീട്ടിൽ നിന്ന് തിരിച്ചത്. നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നോ? ബന്ധുക്കളെ അറിയിച്ചോ ഇക്കാര്യം? അൽനബിയാർ, ഈ കപ്പൽ കമ്പനി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഈ ഇന്ദ്രജിത്ത് ജോലി ചെയ്തിരുന്നത്. ഇവർ നിയോഗിച്ചനുസരിച്ചാണ് ഇന്ദ്രജിത്ത് കപ്പലിലേക്ക് ജോലിക്ക് പോയത്. ഈ കപ്പൽ കമ്പനി അധികൃതർ കഴിഞ്ഞ 16-ന് ബന്ധുക്കളെ ഔദ്യോഗികമായി വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്തിനെ കാണാനില്ല എന്ന വിവരം ബന്ധുക്കളെ അറിയിച്ചിരുന്നു. 14-ന്, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇന്ദ്രജിത്ത് കപ്പലിലേക്ക് ജോലിക്കായി പോയത്. കപ്പലിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്ന വിഭാഗത്തിലായിരുന്നു ഇന്ദ്രജിത്തിന് ജോലി. അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ദ്രജിത്ത് നാട്ടിൽ നിന്ന് പോകുന്നു. പിന്നീട് 16-ാം തീയതിയാണ് ഇന്ദ്രജിത്തിനെ കാണാനില്ല എന്ന വിവരം നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഈ കമ്പനിയുടെ ഔദ്യോഗിക ചുമതലയിൽപ്പെട്ട ആളുകൾ ഈ വെളിയത്തുനാട്, പിറവത്തിനടുത്തുള്ള വെളിയത്തുനാട്ടിൽ വരികയും ഔദ്യോഗികമായി ബന്ധുക്കളെ കാണാനില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ദ്രജിത്തിന്റെ അച്ഛൻ സന്തോഷ് ഇതേ കമ്പനിയിൽ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അച്ഛൻ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും 2 ദിവസം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ തെരച്ചിലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് കമ്പനി അറിയിച്ചത്. ഇന്നിപ്പോൾ തിരച്ചിൽ തുടങ്ങിയതായും ഈ കമ്പനി അധികൃതർ ഇന്ദ്രജിത്തിന്റെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്തിന് 22 വയസ്സാണ്. ഇന്ദ്രജിത്ത് ഈ കപ്പലിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്ന വിഭാഗത്തിലെ ജീവനക്കാരനാണ്. ഈ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തിന് സമീപം ക്രൂ ചേഞ്ചിങ്ങിനിടെയാണ് ഈ കപ്പൽ ബോട്ട് അപകടം സംഭവിക്കുന്നതും 22 പേരെ കാണാതാവുന്നതും. അതിൽപ്പെട്ട മലയാളിയാണ് എറണാകുളം പിറവം സ്വദേശിയായ ഇന്ദ്രജിത്ത്. തികച്ചും നിർഭാഗ്യകരമാണ്. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ ബോട്ടപകടത്തിൽ കാണാതായതിൽ എറണാകുളം പിറവം സ്വദേശിയും വെളിയനാട് പോത്തൻകുടിലിൽ ഇന്ദ്രജിത്ത് സന്തോഷിനെയാണ് കാണാതായത്. ഈ മാസം 14-നാണ് ഇന്ദ്രജിത്ത് ജോലിക്കായി വീട്ടിൽ നിന്ന് തിരിച്ചത്. നിഷ ദിലീപാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.